Good afternoon, students. ഇപ്പോൾ നമ്മൾ ഇന്നലത്തെ അതേ എക്സാമ്പിൾസിൽ കണ്ടിന്യൂ ചെയ്യുകയാണ്. ഫ്രം ദ ഫോളോയിങ് എക്സാമ്പിൾസ് ഇൻഫർമേഷൻസ് അസർട്ടൈൻ ദ എമൗണ്ട് ഓഫ് വേരിയബിൾ കോസ്റ്റ്. നമ്മളോട് വേരിയബിൾ കോസ്റ്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. സെയിൽസ് തന്നിട്ടുണ്ട് 10 lakh ആണ് വേരിയബിൾ കോസ്റ്റ്. ഫിക്സ്ഡ് കോസ്റ്റ് തന്നിട്ടുണ്ട് 3,50,000. പ്രോഫിറ്റ് തന്നിട്ടുണ്ട് 1 lakh. സോ നമുക്ക് വേരിയബിൾ കോസ്റ്റ് ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. വേരിയബിൾ കോസ്റ്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറയുന്നത് നമുക്ക് നമ്മൾ സാധാരണ കാണുന്ന ഫോർമുല, അതായത് കോൺട്രിബ്യൂഷൻ ഈസ് ഈക്വൽ ടു എന്ന് പറയുന്നത് സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ആണെന്നുള്ള ഫോർമുല. അതിനുള്ളിൽ നമുക്ക് അത് കണ്ടുപിടിക്കണമെങ്കിൽ കോൺട്രിബ്യൂഷൻ ഫൈൻഡ് ചെയ്യണം. സെയിൽസ് തന്നിട്ടുണ്ട്. അപ്പോൾ കോൺട്രിബ്യൂഷൻ ഫൈൻഡ് ചെയ്യാനുള്ള രണ്ട് കാര്യങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. അതായത് ഫിക്സ്ഡ് കോസ്റ്റ് തന്നിട്ടുണ്ട്, പ്രോഫിറ്റും തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സെയിൽസിൻ്റെ ഫിഗർ നമുക്ക് നേരിട്ട് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കോൺട്രിബ്യൂഷന് ഫൈൻഡ് ചെയ്യുക, അതുപോലെ തന്നെ സെയിൽസും കണ്ടുപിടിച്ച് കോൺട്രിബ്യൂഷനിൽ നിന്നും സെയിൽസിൽ നിന്നും കോൺട്രിബ്യൂഷൻ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേരിയബിൾ കോസ്റ്റ് കിട്ടും. പറഞ്ഞതൊന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് നമുക്ക് വേരിയബിൾ കോസ്റ്റ് ഫൈൻഡ് ചെയ്യാനുള്ള ആകെ ഒരു ഫോർമുല എന്ന് പറയുന്നത് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ആണ്. വേരിയബിൾ കോസ്റ്റ് ഫൈൻഡ് ചെയ്യാൻ, അപ്പോൾ വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു സെയിൽസ് മൈനസ് കോൺട്രിബ്യൂഷൻ ആണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എന്ത് ചെയ്യണം? സെയിൽസ് നമുക്ക് തന്നിട്ടുണ്ട്, നമ്മൾ കോൺട്രിബ്യൂഷൻ ഫൈൻഡ് ചെയ്താൽ എന്ത് ചെയ്യാം? വേരിയബിൾ കോസ്റ്റ് ഫൈൻഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് കോൺട്രിബ്യൂഷൻ ഫൈൻഡ് ചെയ്യണം. കോൺട്രിബ്യൂഷൻ ഫൈൻഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? കോൺട്രിബ്യൂഷൻ ഫൈൻഡ് ചെയ്യാനുള്ള രണ്ട് ഡീറ്റെയിൽസ് നമുക്ക് തന്നിട്ടുണ്ട്. ഫിക്സ്ഡ് കോസ്റ്റും പ്രോഫിറ്റും തന്നിട്ടുണ്ട്. ഫിക്സ്ഡ് കോസ്റ്റും പ്രോഫിറ്റും കൂടി ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? കോൺട്രിബ്യൂഷൻ കിട്ടും. സോ നമുക്കത് ചെയ്ത് നോക്കാം. ആദ്യം നമുക്ക് കോൺട്രിബ്യൂഷൻ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഫിക്സ്ഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ആണ്. കോൺട്രിബ്യൂഷൻ ഈസ് ഈക്വൽ ടു ഫിക്സ്ഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ്. സോ ഫിക്സ്ഡ് കോസ്റ്റ് എത്രയാണ്? 3,50,000 പ്ലസ് 1 lakh. സോ 4,50,000. ഓക്കെ, പിന്നെ അപ്പോൾ കോൺട്രിബ്യൂഷൻ കിട്ടി. സോ ഇനി നമുക്ക് വേരിയബിൾ കോസ്റ്റ് കാണാം. വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? സെയിലിംഗ് പ്രൈസ് സെയിൽസ് മൈനസ് കോൺട്രിബ്യൂഷൻ. സെയിൽസ് 10 lakh. 10 lakh മൈനസ് 4,50,000. 10 lakh minus 4,50,000. 10 lakh minus 4,50,000. 5,50,000. ഓക്കെ, അപ്പോൾ നമുക്ക് സിമ്പിൾ ആയിട്ട് ഇതിനുള്ള ആൻസർ ഫൈൻഡ് നോക്കാം. നമുക്ക് അത് ആൻസർ ഫൈൻഡ് ചെയ്തിട്ടുണ്ട്. കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഫിക്സ്ഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ആണ്. ദാറ്റ് ഈസ് 3,50,000 പ്ലസ് 1 lakh 4,50,000. കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ആണ്. ദാറ്റ് ഈസ് വേരിയബിൾ കോസ്റ്റ് ഈസ് ഈക്വൽ ടു സെയിൽസ് മൈനസ് കോൺട്രിബ്യൂഷൻ. ദാറ്റ് ഈസ് 10 lakh മൈനസ് 4,50,000. ദാറ്റ് ഈസ് 5,50,000. നെക്സ്റ്റ് നമുക്ക് നോക്കാം മാർജിനൽ കോസ്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇന്ന് നമ്മൾ മെയിനായിട്ട് പഠിക്കുന്നത് മാർജിനൽ കോസ്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. മാർജിനൽ കോസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ടു അസർട്ടൈൻ ദ പ്രോഫിറ്റ് അണ്ടർ മാർജിനൽ കോസ്റ്റ്. നമ്മൾ പ്രോഫിറ്റ് എത്രയാണെന്ന് ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മാർജിനൽ കോസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. അത് നമ്മൾ സെയിൽസ് കണ്ടുപിടിക്കും. സെയിൽസിൽ നിന്ന് വേരിയബിൾ കോസ്റ്റ് മൈനസ് ചെയ്യും, പിന്നെ അതിൽ നിന്നും കോൺട്രിബ്യൂഷൻ മൈനസ് ചെയ്യും, എന്നിട്ട് ഫിക്സഡ് കോസ്റ്റ് ഡിഡക്റ്റ് ചെയ്യും, എന്നിട്ട് അതിൽ നിന്നും പ്രോഫിറ്റ് കിട്ടും. നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഫ്രം ദ ഫോളോയിങ് പെർട്ടിക്കുലേഴ്സ് റിലേറ്റിംഗ് ടു ദ 2019 അസർട്ടൈൻ ദ പ്രോഫിറ്റ്. പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? മാർജിനൽ കോസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യണം. ഔട്ട്പുട്ട് പറഞ്ഞിട്ടുണ്ട് 10,000 യൂണിറ്റ്സ് ആണ്. ഡയറക്റ്റ് മെറ്റീരിയൽ പെർ യൂണിറ്റ് ആണ്. ഇതൊക്കെ റുപ്പീസിലാണ് കേട്ടോ. 7 units പെർ യൂണിറ്റ്. പിന്നെ ഡയറക്റ്റ് വേജസ് പെർ യൂണിറ്റ് ₹3 പെർ യൂണിറ്റ്. വേരിയബിൾ ഓവർഹെഡ് 3. സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് 20. ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് ഈസ് 30. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം സെയിൽസ് എഴുതി. ആദ്യം പെർ യൂണിറ്റ് ആണ് എഴുതുക. എന്നിട്ട് അതിന് എന്ത് ചെയ്യുക? അതിന് ഇൻറ്റു 10 ചെയ്യുക. ഓക്കെ, സെയിൽസ് എന്ന് പറയുന്നത് സെയിൽസിൽ നിന്ന് വേരിയബിൾ കോസ്റ്റ് മൈനസ് ചെയ്യുക. ഓക്കെ, സെയിൽസ് വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? എല്ലാ ഡയറക്റ്റ് വേരിയബിൾ എല്ലാം തന്നെ മൈനസ് ചെയ്യുക. ഡയറക്റ്റ് വരുന്ന എല്ലാം തന്നെ, അതായത് ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് വേജസ്, ഡയറക്റ്റ് വേരിയബിൾ ഓവർഹെഡ്, അതൊക്കെയാണ് വേരിയബിൾ
കോസ്റ്റുകൾ എന്ന് പറയുന്നത്. അപ്പം ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് വേജസ്, ഡയറക്റ്റ് വേരിയബിൾ ഓവർഹെഡ്, ഇത് രണ്ടും മൈനസ് ചെയ്യുക. ഇത് മൂന്നും മൈനസ് ചെയ്യുക. ഓക്കെ, അപ്പം സെയിൽസ് അതിനെ പെർ യൂണിറ്റിൽ നിന്നും അതിനെ എന്ത് ചെയ്യുക, ഇതിലേക്ക് മാറ്റാൻ എന്ത് ചെയ്യുക, ഇൻറ്റു 10,000. അതുപോലെ തന്നെ മെറ്റീരിയലിന് 7 ഇൻറ്റു 10,000. ഓക്കെ, അപ്പോൾ 7 ഇൻറ്റു 10,000 70,000, 5 ഇൻറ്റു 10,000 50,000, 3 ഇൻറ്റു 10,000 30,000. ഓക്കെ, അപ്പോൾ ടോട്ടൽ വേരിയബിൾ ഓവർഹെഡ് എന്ന് പറയുന്നത് 7 + 5 + 3 ദാറ്റ് ഈസ് 15 ഇൻറ്റു 10,000 1,50,000. സോ ഇനി നമുക്ക് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്, സെല്ലിംഗ് പ്രൈസ് സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ്, ദാറ്റ് ഈസ് 20 മൈനസ് 15 ദാറ്റ് ഈസ് 5, ദാറ്റ് ഈസ് 2 lakh മൈനസ് 1,50,000 ദാറ്റ് ഈസ് 50,000. അതിൽ നിന്ന് എന്ത് ചെയ്യണം, ഫിക്സ്ഡ് കോസ്റ്റ് മൈനസ് ചെയ്യണം. ഫിക്സ്ഡ് കോസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, ദാറ്റ് ഈസ് കോൺട്രിബ്യൂഷനിൽ നിന്ന് എന്ത് ചെയ്യണം, ഫിക്സ്ഡ് കോസ്റ്റ് എത്രയാണ്, 30,000 ദാറ്റ് ഈസ് 1,50,000 മൈനസ് 30,000 ദാറ്റ് ഈസ് 20,000. ദാറ്റ് ഈസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്, 20,000 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫ്രം ദ ഫോളോയിങ് ഇൻഫർമേഷൻ പ്രിപ്പയർ ദ സ്റ്റേറ്റ്മെൻറ്റ് ടു ഫൈൻഡ് ഔട്ട് ഫിക്സ്ഡ് കോസ്റ്റ്. നമുക്ക് ഇവിടെ ഫൈൻഡ് ചെയ്യേണ്ടത് എന്താണ്, ഫിക്സ്ഡ് കോസ്റ്റ് ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. സെയിൽസ് തന്നിട്ടുണ്ട്, ഡയറക്റ്റ് മെറ്റീരിയൽസ് തന്നിട്ടുണ്ട്, ഡയറക്റ്റ് വേജസ് തന്നിട്ടുണ്ട്, വേരിയബിൾ ഓവർഹെഡ് തന്നിട്ടുണ്ട്, പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. ഇവിടെ വെച്ച് തന്നെ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. സെയിൽസ് 6 lakh, ആദ്യമേ 6 lakh, പിന്നെ ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് വേജസ്, പിന്നെ വേരിയബിൾ ഓവർഹെഡ്. ഇതെന്ന് പറയുന്നതാണ് എന്ത് വേരിയബിൾ കോസ്റ്റ്. ഓക്കെ, സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ്. അപ്പം 1,50,000 1,25,000 1 lakh, ഇത് മുഴുവൻ എന്ത് ചെയ്യണം, 6 lakhൽ നിന്ന് മൈനസ് ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് നോക്കാം. 6 lakh മൈനസ് 6 lakh minus 1,50,000, then 1,25,000, 6 lakh minus 1,25,000, then 1,50,000, then 1 lakh. എത്രയാണ് നമുക്ക് കിട്ടുന്നത്? കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 1,000 ആണ് അല്ലേ? ഓക്കെ, അപ്പം നമുക്ക് കോൺട്രിബ്യൂഷൻ 1,000 ആണ് കിട്ടുന്നത്. കോൺട്രിബ്യൂഷൻ 1,000 ആണ്. നമുക്ക് നോക്കാം. 1,50,000 പ്ലസ് 1,50,000 പ്ലസ് 1,25,000 പ്ലസ് 1 lakh എന്ന് പറയുമ്പോൾ എത്രയാണ്? 3,75,000 ആണ് വരുന്നത്. ഓക്കെ, ഇത്ര എന്ന് പറയുന്നത് എത്രയാണ്? 3,75,000 ആണ് അല്ലേ? ഇത്രയെന്ന് പറയുന്നത് 3,75,000 ആണ്. അതിൽ നിന്ന് എന്ത് മൈനസ് ചെയ്യണം? 6 lakh മൈനസ് ചെയ്യണം. ഓക്കെ, 6 lakh മൈനസ് 3,75,000 അതെന്ന് പറയുന്നത് എത്രയാണ്? അതെന്ന് പറയുന്നത് 2,25,000 ആണ്. 2,25,000 എന്ന് പറയുന്നത് എന്താണ്? അതാണ് കോൺട്രിബ്യൂഷൻ. കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 2,25,000 ആണ് കോൺട്രിബ്യൂഷൻ. കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 2,25,000 ആണ്. ഓക്കെ, അപ്പം നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിൽ ചെയ്തപ്പോൾ നമുക്ക് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 2,20,000 കോൺട്രിബ്യൂഷൻ വരെ എന്ത് ചെയ്തു? 2 lakh. ഓക്കെ, അവിടെ വരെ നമുക്ക് എന്ത് ചെയ്തു? 2,25,000 വരെ കിട്ടി. നമ്മളോട് എന്താ ചോദിച്ചേക്കുന്നത് ഈ ക്വസ്റ്റ്യനിൽ? ഫൈൻഡ് ഔട്ട് ദ ഫിക്സഡ് കോസ്റ്റ് എന്നാണ് പറഞ്ഞേക്കുന്നത്. നമ്മളോട് ഫിക്സഡ് കോസ്റ്റ് കാണാനാണ് പറഞ്ഞേക്കുന്നത്. നോക്കാം. അപ്പോൾ നമുക്ക് കോൺട്രിബ്യൂഷൻ വരെ കിട്ടിയിട്ട് ഇതിൽ ഫിക്സഡ് കോസ്റ്റ് കാണാൻ വേണ്ടി ഈ ഫിഗറിൻ്റെ കൂടെ, അതായത് ഈ 2,25,000 ഇതിൽ നിന്നും 1,25,000 മൈനസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഫിക്സഡ് കോസ്റ്റ് കാണാൻ വേണ്ടി സാധിക്കും. അതായത് 2,25,000 നിന്ന് 1,25,000 മൈനസ് ചെയ്യുവാണെങ്കിൽ, ദറ്റ് ഈസ് 2,25,000 നിന്ന് 1,25,000 മൈനസ് ചെയ്യുവാണെങ്കിൽ ആ ഫിഗർ ആയിരിക്കും എന്ത്? ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം 2,25,000 നിന്ന് 1,25,000 മൈനസ് ചെയ്താൽ കിട്ടുന്നത് 1 lakh ആയിരിക്കും. അതായിരിക്കും എന്ത്?
ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. ആ കേസിൽ 1 lakh ആയിരിക്കും ഫിക്സഡ് കോസ്റ്റ്. നമുക്ക് നോക്കാം, ആൻസറിലേക്ക് നോക്കാം. കറക്റ്റ് ആൻസർ ആണ്. നോക്കാം, 6 lakh ആണ് സെയിൽസ്. അതിന് നമ്മുടെ വേരിയബിൾ കോസ്റ്റ് ആയിട്ടുള്ള 1,50,000, ഡയറക്റ്റ് വേജസ് 1,25,000, വേരിയബിൾ ഓവർഹെഡ് 1 lakh, എല്ലാം കൂടി കൂട്ടി 3,75,000. കോൺട്രിബ്യൂഷൻ, അതായത് സെയിൽസിൽ നിന്ന് വേരിയബിൾ കോസ്റ്റ് മൈനസ് ചെയ്തിട്ട് കിട്ടുന്ന ഫിഗറിനാണ് നമ്മൾ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അതിൽ നിന്നും പ്രോഫിറ്റ് ലെസ് ചെയ്താൽ കിട്ടുന്ന ഫിഗറിനെയാണ് നമ്മൾ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 1 lakh ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. യു ആർ ഗിവൺ ദ ഫോളോയിങ് ഇൻഫർമേഷൻ റിലേറ്റിംഗ് ടു ദ കമ്പനി ഫോർ ദ ഇയർ 2019. ഔട്ട്പുട്ട് ഈസ് 20,000 യൂണിറ്റ്സ്. സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് ഈസ് ₹12. Direct material per unit is ₹5. Direct labor per unit is ₹2. Variable overhead per unit is ₹1. Fixed cost per unit is ₹60,000. Calculate total marginal cost, contribution, പ്രോഫിറ്റ്. ഇത്രയാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഔട്ട്പുട്ട് പറഞ്ഞിട്ടുണ്ട് 20,000. സെല്ലിംഗ് പ്രൈസ് തന്നിട്ടുണ്ട്, പെർ യൂണിറ്റ് ആണ് സെല്ലിംഗ് പ്രൈസ് തന്നിരിക്കുന്നത്. ഇതെന്ന് പറയുന്നത് വേരിയബിൾ കോസ്റ്റ് ആണ്. പിന്നെ ഫിക്സഡ് കോസ്റ്റും തന്നിട്ടുണ്ട്. നമ്മളോട് ടോട്ടൽ മാർജിനൽ കോസ്റ്റ് ആണ് ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യണം, പെർ യൂണിറ്റ് വാല്യൂവിനെ യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്ത് അതിൻ്റെ ടോട്ടൽ കണ്ടുപിടിച്ച് അതിൻ്റെ ടോട്ടൽ മാർജിനൽ കോസ്റ്റ് ഫൈൻഡ് ചെയ്യണം. ദാറ്റ് ഈസ് കോൺട്രിബ്യൂഷനെ നമ്മൾ നമ്പർ ഓഫ് യൂണിറ്റ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് ടോട്ടൽ മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. ദെൻ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ആണ്. പിന്നെ പ്രോഫിറ്റ് എത്രയാണെന്ന് ഫൈൻഡ് ചെയ്യണം. അപ്പം നമുക്ക് നോക്കാം. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 20,000 യൂണിറ്റ്സ് ആണ്. സെയിൽസ് എന്ന് പറയുന്നത് 12 ആണ്. 12 into 20,000 units, 12 into 20,000 units, 2,40,000 less marginal cost തന്നെയാണ് വേരിയബിൾ കോസ്റ്റ്. ഡയറക്റ്റ് മെറ്റീരിയൽ 5 per unit, ഡയറക്റ്റ് ലേബർ 2 per unit, ഡയറക്റ്റ് എക്സ്പെൻസ് 1 per unit. ടോട്ടൽ 8 ആണ് വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. അതിനെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു, 20 യൂണിറ്റ്സിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. 5 into 20 units 1 lakh, 2 into 20 units 40,000, 1 into 20 units 20 units. പിന്നെ ടോട്ടൽ മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത് യൂണിറ്റ് കോസ്റ്റ്, മാർജിനൽ യൂണിറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് 8 ആണ്. ടോട്ടൽ മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത് 1,60,000 ആണ്. അതായത് 8 into 20,000, ദാറ്റ് ഈസ് 1,60,000. നെക്സ്റ്റ് കോൺട്രിബ്യൂഷൻ ആണ്. കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 4 ആണ്. അതായത് 12 മൈനസ് വേരിയബിൾ കോസ്റ്റ്, അതായത് 12 മൈനസ് വേരിയബിൾ കോസ്റ്റ്, അതായത് 12 മൈനസ് 8, ദാറ്റ് ഈസ് 4 into 20, ദാറ്റ് ഈസ് 80,000. നിങ്ങൾ ഈ ടോട്ടൽ മാർജിനൽ കോസ്റ്റ് 1,60,000 വന്ന് എങ്ങനെയാണെന്ന് ഒന്നുകൂടി പറയാം. ദാറ്റ് ഈസ് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ്, അതിനെയാണ് നമ്മൾ ടോട്ടൽ മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ഇവിടെ നോക്കാം, മെറ്റീരിയൽ 5 പ്ലസ് ലേബർ 2 പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസ് 1, ദാറ്റ് ഈസ് ടോട്ടൽ 8 വരുന്നുണ്ട്. 8 into 20,000, ദാറ്റ് ഈസ് 8 into 20,000, ദാറ്റ് ഈസ് 1,60,000. ഓക്കെ, എത്രയാണ്? 4 into 20,000, ദാറ്റ് ഈസ് 80,000. ദെൻ ലെസ് ഫിക്സ്ഡ് കോസ്റ്റ് 80,000 ലെസ് ഫിക്സ്ഡ് കോസ്റ്റ് ആയിട്ട് വരുന്ന 60,000 വരുമ്പോൾ പ്രോഫിറ്റ് വരുന്നത് 20,000. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേയ്സ് ക്ലാസ്. സീ യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ടിൽ ദെൻ, ഗുഡ് ബൈ.